Welcome to chemistry classes. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചുകൂടി മൂവ് ചെയ്യാൻ അതിനകത്ത്. ഓക്കെ, നമ്മൾ അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുന്നത് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ്, അതിനുശേഷം കളർ ഓഫ് മെറ്റൽ അയോൺ ഇൻ സൊല്യൂഷൻസ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. Now we are discussing about catalytic properties of transition metals or metal ions or compounds. കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് അതിന്റെ കോമ്പൗണ്ട്സ് ആണ്. Maybe you just consider one reaction, very famous reaction. So sulfuric acid manufacturing reaction ആണ്. അതിന് നമ്മൾ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയാം. So vanadium pentoxide can contact with the sulfur dioxide. ഏറ്റവും pivotal ആയിട്ടുള്ള റിയാക്ഷൻ അതിൻ്റെ അകത്ത് a contact process at a two pivotal reaction. So that reaction is like this way. Here again, SO2, sulfur dioxide, can react with oxygen. It is also plus O2. Then forming it is also SO3 gas. Balance then 2SO2 plus O2 gives SO3. But rate of reaction is very, very low. അപ്പോൾ ഇത് ലോ ആവുമ്പോൾ നമുക്ക് ഈ റിയാക്ഷനും പോസിബിൾ അല്ല. ഓക്കെ, നോർമലി ഇറ്റ് ഇസ് റിയാക്ഷൻ ഇസ് നോട്ട് പോസിബിൾ. ഇൻഡസ്ട്രി നോക്കുമ്പോൾ റിയാക്ഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. അപ്പൊ ഇതിന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ കാറ്റലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഇസ് എ വെരി ഫേമസ് കാറ്റലിസ്റ്റ്. ഇറ്റ് ഇസ് കാൾഡ് വനേഡിയം പെന്റോക്സൈഡ്, V2O5. ഇറ്റ് ഇസ് കാൾഡ് വനേഡിയം പെന്റോക്സൈഡ്. ഈ വനേഡിയം പെന്റോക്സൈഡ് നോക്കി കഴിയുമ്പോൾ അതിന്റെ മെക്കാനിസം നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എങ്ങനെയാണ്. സോ യു ക്യാൻ സേ ഫസ്റ്റ് sulfur dioxide can react with vanadium pentoxide. And ഉള്ളിലേക്ക് ഇറങ്ങി നോക്കാം നമ്മൾ. Now we are going into slightly deep. And now here again, so that the reaction consists of two. Okay, that means here again SO2 then can react with V2O5. Okay, here again V2O5. Okay, ഇവിടെ ശ്രദ്ധിക്കാം, വനേഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ നോക്കുമ്പോൾ 5 into 2 10 minus 10 ആണ്. minus 10 divided by 2 5 ആണ്. So now it is a plus 5 oxidation state. Okay, and so this plus 5 oxidation state vanadium pentoxide or vanadium that gives 1 electron towards this sulfur. Okay, sulfur കൊടുത്തു കഴിയുമ്പോൾ now you can get it. And another molecule is like this way. Here again SO3 then plus പിന്നെ ബാലൻസ് എന്താ പറയുക V2O4. Here again V2O4. Clear? Okay. Now it is a V2O4 is formed, and then next step is very easy to understand. So it is V2O5. Here again V2O5 can react with oxygen. It's also running 2V2, half O2. It is also half O2. That gives again you can say this also V2O5. Okay. അപ്പോൾ ശ്രദ്ധിക്കാം, വനേഡിയം പെന്റോക്സൈഡ് +5 ആയിരുന്നു. അപ്പൊ അത് ഓക്സിജനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ it is changed into +4 oxidation state, and again this +5 changed into here also this +5 +4 changed into +5 oxidation state. അപ്പോൾ വനേഡിയത്തിന് ഇങ്ങനെ ഒരു അഭ്യാസം പറ്റും. ഈസി ആയിട്ട് +5 നിന്ന് +4 ആവാം, then +4 നിന്ന് പിന്നെയും ഈസി ആയിട്ട് +5 ആവാം. അപ്പോൾ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റും വളരെ ഈസി ആയിട്ട് വനേഡിയത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വനേഡിയം ക്യാൻ ഷട്ടിൽ ഇൻ ബിറ്റ്വീൻ ടു മെയിൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് +5 ആൻഡ് +4. ഓക്കെ, ഷട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് മാറാൻ പറ്റും. ഒരു മാറ്റം മാത്രമല്ല, +5 to +4, +4 again to +5, and so it is shuttle in between +5 and +4. അപ്പൊ അതുകൊണ്ടാണ് this V2O5 act as a catalyst. Otherwise it does not act as a catalyst. Okay, അപ്പോ ഈ പറഞ്ഞ ട്രാൻസിഷൻ കോമ്പൗണ്ട്സ് കാറ്റലിസ്റ്റ് ആവാനുള്ള ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഈസിലി ടു ചേഞ്ച് ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഈസിലി ക്യാൻ അഡോപ്റ്റ് അല്ലെങ്കിൽ അക്യൂർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ? ഓക്കെ, now you are going to another type of reaction. Okay, ഞാനത് ഇറേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരു ഹെഡിങ് കൊടുത്തേക്കാം, catalytic properties. ഓക്കെ, എന്നിട്ട് താഴെ ഒരു കാര്യം എഴുതിയേക്കാം,
transition metals and its compounds act as catalyst due to reason due to or reason നമ്മൾ പറഞ്ഞു കഴിഞ്ഞു due to ability to form due to the ability to form variable oxidation state okay then that is first reason adana then second reason ability to form coordination compounds ഇതിനകത്ത് കാറ്റലിസ്റ്റ് ഇതിനകത്ത് ഈ റിയാക്ഷൻ കോർഡിനേഷൻ കോമ്പൗണ്ട് വരുന്നില്ല കാറ്റലിസ്റ്റിന്റെ പക്ഷെ വേറെ ഒരുപാട് റിയാക്ഷനിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് വരുന്ന തരത്തിലുള്ള കാറ്റലിസ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട് ആവും അതിനൊരു പോസിബിലിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചേർത്ത് പറയാണ് എബിലിറ്റി ടു ഫോം കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഓക്കെ അപ്പൊ ഇതാണ് രണ്ട് റീസൺ അക്യൂർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്കെ and then next one ability to form coordination compound or complexes അതിനുശേഷം example 1 എഴുതാം example 1 in contact process ആ പ്രോസസ്സിന്റെ പേരാണ് സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് in contact process the reaction is then you write down this reaction 2SO2 then plus O2 this is a catalyst V2O5 gives SO3 clear SO3 ആദ്യ റിയാക്ഷൻ ഇത് എന്നിട്ട് താഴെ V2O5 act as a catalyst because it easily shuttle 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 എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ ബാഡ്മിന്റൺ കളിക്കുന്ന ഷട്ടിൽ തന്നെ വ്യത്യാസമൊന്നുമില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകും ഇവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോകും ഓക്കെ ലൈക്ക് ദാറ്റ് ഷട്ടിൽ ഇൻ ബിറ്റ്വീൻ +5 and +4 oxidation state easily +4 and +5 oxidation state easily ഓക്കെ അതിനുശേഷം താഴെ ഈ റിയാക്ഷൻ എഴുതണം ഓക്കെ രണ്ട് റിയാക്ഷൻ കൊണ്ടാണ് ഇത് പോസിബിലിറ്റി ആവുന്നത് SO2 + V2O5 ഓക്സിജൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആരോ വരച്ചത് മാത്രമേ ഉള്ളൂ that gives SO3 plus V2O5 oxidation state നിർബന്ധമായി കാണിക്കണം കേട്ടോ so it is a +5 and this also +4 again V2O5 okay V2O5 +4 oxidation state then plus R42 gives V2O5 sorry I am wrong okay here again it's not V2O5 this is V2O4 then it is a V2O4 then plus R42 gives V2O5 clear അപ്പൊ എന്താ പറ്റുമെന്ന് വെച്ചാൽ V2O5 എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനെ ഒരു ഭാഗത്ത് നിന്ന് ക്യാച്ച് ചെയ്യും ഓക്കെ അല്ലെങ്കിൽ ഓക്സിജൻ ഒരു ഭാഗത്ത് കൊടുക്കും then പിന്നെ ഓക്സിജൻ വേറെ ഭാഗത്ത് എന്ത് ചെയ്യും ക്യാച്ച് ചെയ്യും so like that okay it is possible okay it is giving oxygen and catching again oxygen so that is the thing okay so that is the first example now I am erasing this one now here the second example is also famous it is another example is it is a slightly different reaction it is also here again 2I minus can react with it is also S2 okay S2O8 then 2 minus so it is a different type of compound S2O8 2 minus in presence of a catalyst Fe3 plus forming here again I2 then plus 2 here again SO4 2 minus 2 SO4 2 minus here again SO4 2 minus okay now so in this reaction Fe3 plus act as a catalyst this is Fe3 plus and act as a catalyst so now we are going with why it is act as a catalyst ശ്രദ്ധിക്കുക ഈ കോമ്പൗണ്ട് ഒരു അല്പം ഡിഫറെന്റ് കോമ്പൗണ്ട് ആണ് the name of this compound is a slightly different one so it is called okay it is called peroxo okay it is called peroxo diperoxo disulfate is called a sulfate peroxo disulfate ഈ പെറോക്സോ ഡൈസൾഫേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു പെറോക്സൈഡ് ഉണ്ട് ഇറ്റ് ഇസ് എ പെറോക്സൈഡ് O single bond oxygen ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് പെറോക്സോ ഡൈസൾഫേറ്റ് എന്ന് പറയുന്നത് okay maybe you can go for the reaction the first reaction is this I minus can react with
Okay, this is here again, this I minus can react with Fe3 plus. Okay, so this reaction consists of two reactions. Okay, the first one, this here again 2I minus can react with here again Fe3 plus. Fe3 plus. Okay, about the സംഭവിക്കുന്നത് ഈ അയഡിന്റെ മൈനസ് ഉള്ള ഇലക്ട്രോൺ ആര് കൊണ്ടുപോകും? Fe2 പ്ലസ് Fe3 പ്ലസ് കൊണ്ടുപോകും. Fe3 പ്ലസ് എന്നിട്ട് എന്താവും? Fe2 പ്ലസ് ആവും. Now forming the reaction is here again like this way. അപ്പോ ഇവിടെ രണ്ട് എണ്ണം വേണം. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ 2 കേട്ടോ, 2. ഓക്കെ, അപ്പോ അയഡിൻ ആറ്റാവും ആദ്യം, പിന്നെയും അയഡിൻ ആറ്റാവും. അപ്പൊ അയഡിൻ ആറ്റവും കമ്പയർ ചെയ്ത് I2 ഫോം ചെയ്യും. Now forming it is also I2 is formed. And then plus in the balance എന്താ വരിക? Here again 2 Fe2 plus. Here again 2, here again Fe2 plus is there. Correct. Okay, അപ്പോൾ ഇവിടെ Fe2 plus ആയി. ഇനി again നമ്മൾ catalyst ആണ് ഈ Fe കേട്ടോ. Catalyst is Fe. Again it can react with S2O8. Okay, here again a second reaction, and so it is also here again 2 Fe2 plus. Fe2 plus can react with here also S2O8. S2O8 2 minus. ഈ S2O8 മനസ്സിൽ ഇവിടെ ഓക്സിജൻ സിംഗിൾ ബോണ്ട് ഓക്സിജൻ, ഇങ്ങനെ ഒരു ബോണ്ട് ഇൻ ബിറ്റ്വീൻ സൾഫർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഞാൻ വേണമെങ്കിൽ സാർ മുഴുവൻ പറയാം. ഹിയർ അഗൈൻ ഓക്സിജൻ സൾഫർ. ഓക്കെ, രണ്ട് ഓക്സിജൻ പോയി, പിന്നെ ബാലൻസ് എത്ര ഉണ്ടാവുക? 6 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഹിയർ അഗൈൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ മൈനസ്. ഓക്കെ, ഹിയർ അഗൈൻ സൾഫർ, ഡബിൾ ബോണ്ട് ഓക്സിജൻ, and again you can say oxygen minus. Okay, അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ -1 ഓക്സിജൻ സ്റ്റേറ്റിലാണ്, ദിസ് ഓക്സിജൻ -1 ഓക്സിജൻ സ്റ്റേറ്റ്. Can you follow? Yes. Okay, അപ്പോ ഈ -1 ഓക്സിജൻ സ്റ്റേറ്റ് എന്ത് ചെയ്യും? -2 ആവണം. -2 ആണെങ്കിൽ ഈ ഇവിടുന്ന് ഇലക്ട്രോൺ ഒന്നുകൂടെ കൊടുക്കണം, അടുത്ത ഇലക്ട്രോൺ ഇവിടെ കൊടുക്കണം, അതോടുകൂടി ബോണ്ട് ബ്രേക്ക് ആയി. Now this bond is break. അപ്പൊ ഇവിടെ ഓക്സിജൻ -1, clear? And here again oxygen -1. Okay, up here again SO4. It is also there SO4. Now we can say here again up electron. Don't confuse. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇലക്ട്രോൺ കൂടെ കൊടുക്കണം, അപ്പോഴേ ഇവിടെ ഓക്സിജൻ ടോട്ടലി -1 ആവുള്ളൂ. ഹിയർ അഗെയിൻ -1 ആവുള്ളൂ. അപ്പൊ നോക്കാം, ശ്രദ്ധിക്കാം. അപ്പൊ now you can say here again അപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇലക്ട്രോൺ ഇതിലേക്ക് കൊടുക്കും. ഓക്കെ, എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ, 1. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും? SO4 2 minus ഈ ഒരു ഭാഗം, അടുത്തതും SO4 2 minus. Then forming the reaction is just like this way. Here again 2 Fe3 plus and again plus. Okay, here again SO4 2 minus. This also SO4 2 minus. How many it is? 2 SO4 2 minus. 2 minus is there, 2 minus. അപ്പോ ഇതാണ് ഈ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ സ്വല്പം ഈ ഭാഗത്ത് അല്പം ഡിഫിക്കൽട്ട് ഉണ്ട്. ഡോണ്ട് കൺഫ്യൂസ് എനിത്തിങ്. പെറോക്സൈഡ് ചേഞ്ച് ഇൻടു ഓക്സൈഡ്. ഓക്കെ, ഓക്സൈഡ് മീൻസ് O മൈനസ് ഉള്ള ഓക്സിജന്റെ ടോട്ടലി ഓക്സിജന്റെ എന്ത് ഉണ്ടാവും? ഓക്സിജൻ 2 മൈനസ് ഓക്സിജൻ സ്റ്റേറ്റ് ആയി പോകും. ഇവിടെ -1 വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ 2 മൈനസ് ഓക്സിജൻ സ്റ്റേറ്റ് ആയി പോകും. ഇവിടെ 2 മൈനസ് ഓക്സിജൻ സ്റ്റേറ്റ് ആയി പോകും. ഓക്കെ, മൈനസ് ചാർജ് -1 ഉണ്ടാവുള്ളൂ. ഡോണ്ട് കൺഫ്യൂസ് ദാറ്റ്. Then now this is a reaction, correct? And now you write down this reaction. Okay, pause and write down this reaction. Okay, and then നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ Fe2 plus can shuttle easily change. Okay, the oxidation state +3 and +2. അതുകൊണ്ടാണ് ഇതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈസി ആയിട്ട് +2 +3 +2 ആവാം, +2 പിന്നെ +3 ആവാം. So that's the case. This reaction is working. So ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, അപ്പോ ഇനി അതിന്റെ ക്വസ്റ്റ്യൻ വായിക്കാം. റൈറ്റിംഗ് ക്വസ്റ്റ്യൻ. ഇതിനകത്തൊരു ഒരേ ഒരു ക്വസ്റ്റ്യനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഒന്ന്, വൈ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് ആക്ട് ആസ് കാറ്റലിസ്റ്റ്. നമ്മൾ രണ്ട് പറഞ്ഞ റീസൺ. ഗീവ് 1 എക്സാമ്പിൾ. സോ യു റൈറ്റ് ഡൗൺ 1 ക്വസ്റ്റ്യൻ. വൈ ട്രാൻസിഷൻ മെറ്റൽ or transition metal compounds act as a catalyst. ആദ്യം പറഞ്ഞ 2 പോയിന്റ് ആണ് ആൻസർ. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഗീവ് 1 എക്സാമ്പിൾ ഫോർ ഇറ്റ്. എക്സാമ്പിൾ എഴുതുമ്പോൾ ഇത് മാത്രം എഴുതിയാൽ പോരാ, ഇതിന്റെ സ്റ്റെപ്പ് എഴുതണം. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ വളരെ നന്നായിട്ട് പഠിച്ചു വെച്ച് പോവാ. ഇത് ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ രണ്ടാമത്തെ എക്സാമ്പിൾ സ്വല്പം ഡിഫിക്കൽട്ടി ആണ്. ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ യു
or can go for, okay, that question. Okay, yes. In അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. The topic is electrode reduction properties. Okay, like E0 values. So I can erase this one. Okay, now I am erasing. Okay. Now we are going to the electrode reduction potentials. അല്ലെങ്കിൽ E0. Okay. അപ്പോൾ നിങ്ങൾ അതിന്റെ ഹെഡിങ് എഴുതേണ്ടത് electrochemical properties and E0 value. Electrochemical properties and E0 value. അതിൽ രണ്ട് സബ് ടോപ്പിക് വരുന്നുണ്ട്. ഒന്നാമത്തത് two subtopic. First subtopic is also first one. രണ്ട് E0 value നമ്മൾ ഡിസ്കസ് ചെയ്യും. Then E0 of, okay, M2 plus bar M. Okay, M2 plus bar M. ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യും. ഇനി വേറെ ഒന്നും ഡിസ്കസ് ചെയ്യും. M3 plus bar M2 plus കൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സൈഡിങ് കൊടുക്കാം. Electrochemical properties and E0 values, main heading. അതിനകത്ത് സബ് ഹെഡിങ് E0 of M2 plus bar M. നമ്മൾ നേരെ ഒരല്പം ഇലക്ട്രോകെമിസ്ട്രിയിലേക്ക് നമ്മൾ പോവാം. Going slightly into our old electrochemistry chapter. Okay. അപ്പൊ നമ്മൾ ഇതിനകത്ത് റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ നോക്കുക. M2 പ്ലസിലേക്ക് രണ്ട് ഇലക്ട്രോൺ ആഡ് ചെയ്ത ശേഷം മെറ്റൽ ഫോം ചെയ്യും. So now we are using that reaction. So it is just like this way. Here again metal 2 plus, then plus here again 2 electron. That is called reduction. That gives here again metal. Clear? അപ്പൊ ഇതിനകത്ത് കിട്ടുന്ന E0 വാല്യൂക്ക് രണ്ട് പോസിബിലിറ്റി ഉള്ളത്. ഒന്ന് E0 വാല്യൂ പ്ലസ് ആവാം, ഒന്ന് E0 വാല്യൂ എന്താവാം, മൈനസ് ആവാം. നമ്മൾ രണ്ട് പോസിബിലിറ്റി നോക്കാം. സോ നൗ യു ക്യാൻ സേ E0 ഓഫ് ദിസ്. ഓക്കെ, ഈ E0 നമ്മൾ പറയുന്ന പേരാണ്, യു ക്യാൻ സേ ഇറ്റ് ഈസ് മെറ്റൽ 2 plus, then bar here again metal. The two possibilities are there. So E0 value maybe it is positive. So E0 value maybe it is positive. Okay, then maybe this E0 value is negative. Two possibilities. ഈ രണ്ട് പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ, so we are applying that very famous equation delta G is equal to minus NFE that we are studied in electrochemistry chapter. So you can say here again delta G is equal to minus NFE. Okay, NFE0 and NFE0. So this value is positive. A value positive ആണ്. Positive to negative, you can get here again a negative. Okay, അപ്പോൾ E0 value here again positive ആണെങ്കിൽ, so delta G is equal to negative, reaction is possible. Okay, അപ്പോൾ you can say reaction possible now. It is called a reaction possible. Delta G negative ആണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും, പോസിബിൾ ആണ്. അപ്പൊ റിയാക്ഷൻ പോസിബിൾ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ വേറൊരു ഇന്നർ മീനിങ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് ഇന്നർ മീനിങ് ഈസ് റിയാക്ഷൻ പോസിബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ this reaction is possible. Metal is more stable as compared to metal 2 plus. That gives, from that we can say that here again metal is more stable. Metal is more stable as compared to metal 2 plus. That thing is very important. In this chapter, this thing is very important. In this section, this thing is very important. Maybe we are considering its opposite part also. What is opposite part? Again, we are applying this equation. Here again, delta G is equal to minus NFE. Okay, now you can say NFE0. This is negative. Then negative to negative, you can get this is equal to positive. Now delta G is positive, reaction not possible. Reaction not possible, not here again possible. Not possible. And artham reaction, everything reaction possible alla ennu paranju kazhinjal, so metal like is stable on metal 2 plus. Okay, the meaning is, inner meaning of that thing is, here again we can say here also metal 2 plus, okay, is more stable as compared to here again metal. Okay, in inner sense you understand that
if E0 value is positive, this reaction is possible and metal is more stable as compared to metal 2+. In opposite way, if E0 value is negative, the reaction is not possible. Okay, not possible. Not possible in the sense എന്ന് പറയുന്നത് ഇലക്ട്രോകെമിക്കലി ഏത് റിയാക്ഷനും പോസിബിൾ ആണ്, പക്ഷേ ഓക്കെ നോർമൽ കണ്ടീഷനിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ റിയാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. സോ മെറ്റൽ 2+ ഈസ് മോർ സ്റ്റേബിൾ ആസ് കമ്പയർഡ് ടു മെറ്റൽ. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് എഴുതി വെക്കണം, നമ്മൾ നോട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, then so for the reduction reaction, ഇതേപോലെ തന്നെ നമ്മൾ സ്കെച്ച് ചെയ്യണം. So you pause and sketch this one. I am continuing. Okay, I can erase it easily. So pause it and again you write. Okay, so now I am erasing this one. Okay, നമ്മൾ ഇനി ഇതിന്റെ റിയൽ വാല്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു റിയൽ വാല്യൂസ്. അപ്പോൾ റിയൽ വാല്യൂസ് നമ്മൾ ആ സീരീസ് വെച്ച് നമ്മൾ പറയാം. ഇറ്റ്സ് ഓൾസോ സ്കാൻഡിയം, ടൈറ്റാനിയം, ഇറ്റ്സ് ഓൾസോ വനേഡിയം, ക്രോമിയം, ഇറ്റ്സ് ഓൾസോ ക്രോമിയം, manganese, iron, and this also cobalt, nickel, and last one here again copper and this also zinc. Value ഞാൻ എഴുതി പോകണം. Scandium value is not available, and the reason നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. Titanium value is available. It's also minus. Okay, minus 2 point. Just I go to the value. Wait a second. Minus 1.63. It's also minus 1.63. Minus value, minus 1.63. Okay, this is minus 1.18. Okay, this value is again reducing, minus 0.90. Okay, this value again increasing, minus here again 1.18. Iron value is famous, minus 0.44 volt. Okay, 44 volt, and cobalt minus 0.28, and again nickel value is again decreasing, minus 0.25. Okay, and copper value also very famous. നമ്മൾ ഡാനിയൽ സെല്ലിൽ നോക്കുന്ന വാല്യൂസ് ആണ് കോപ്പറിന്റെ വാല്യൂ. എല്ലാം ഇവിടെ മൈനസ് ആണ്, ബട്ട് കോപ്പർ ഇൻ ദ കേസ് പ്ലസ്, ആൻഡ് സോ പ്ലസ് 0.34 volt, and zinc also very famous value, minus 0.76. മൈനസ് ഇവിടെ തിരിച്ചു പിടിച്ചു സിങ്ക്. അപ്പോ ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്കാൻഡിയം വാല്യൂ ഈസ് നോട്ട് അവൈലബിൾ. കാരണം സ്കാൻഡിയത്തിന് എപ്പോഴും സ്കാൻഡിയത്തിന്റെ കണ്ടീഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. വൈ ദിസ് വാല്യൂ ഈസ് നോട്ട് അവൈലബിൾ? ഇനി അവൈലബിൾ ആണെങ്കിൽ തന്നെ ഹൈലി നെഗറ്റീവ് ആയിരിക്കും. ഇറ്റ്സ് ഹൈലി നെഗറ്റീവ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ആണ് നിലവിൽ. If it is available, maybe in theoretical level, or you can say experimentally it is not available. അതുകൊണ്ട് അവിടെ എഴുതാത്തതാണ്. If it is theoretically very high value, maybe you can say it is സ്കാൻഡിയത്തിന്റെ കാര്യം നോക്കാം. ഓക്കെ, ഞാൻ ഇത് മുകളിൽ ഒന്ന് ഇറേസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതാണ് ഹെഡിങ് ഒന്ന് ഇറേസ് ചെയ്യണം. Now you can say in the case of scandium, സ്കാൻഡിയത്തിനകത്ത് സ്കാൻഡിയത്തിന്റെ കോൺഫിഗറേഷൻ is also scandium. Okay, scandium 2+ plus here again 2 electron, that gives scandium. അങ്ങനെ റിയാക്ഷൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഈ സ്കാൻഡിയം 2+ എന്ന് പറയുമ്പോൾ സ്കാൻഡിയം ആറ്റം നമ്പർ 21 ആണ്. ഓക്കെ, എസിന് 2 ഇലക്ട്രോൺ. ഓക്കെ, അത് പോയി. പിന്നെ D1 കോൺഫിഗറേഷൻ, D1 കോൺഫിഗറേഷനുള്ള സ്കാൻഡിയം അവൈലബിളേ അല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ D1 നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻഡിയം 3+ കിട്ടും. 3+ എന്ന് പറഞ്ഞാൽ ആർഗൺ കോൺഫിഗറേഷൻ ആണ്. ഇറ്റ് ഈസ് എ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ, ആൻഡ് സോ ഇറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ. അതുകൊണ്ടാണ് സ്കാൻഡിയം +2 ഈസ് നോട്ട് അവൈലബിൾ. ഓക്കെ, മാത്രമല്ല ഇഫ് ഇറ്റ് ഈസ് +2 അവൈലബിൾ ആണെന്ന് വിചാരിക്കാം, സപ്പോസ്. ഓക്കെ, നോർമലി പ്രാക്ടിക്കലി ഈസ് നോട്ട് അവൈലബിൾ, തിയററ്റിക്കലി നമ്മൾ തിങ്ക് ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ,
Scandium D1 in Scandia, it is a D, okay. It is a D1S2 configuration. Now, D1S2 configuration or the noble gas in the pinning Korea Dura. Okay, it's going around, going okay further. And now it is stability is again less. Noble gas in stability D1 is more stable as compared to D1S2. D0 is more stable because it is attaining what is the configuration? Noble gas configuration. Okay, clear or no? Yes, now scandium value is not available. Titanium. Now we are considering about titanium. Okay, titanium is okay, so okay. So just wait a second. Redraw. Okay. Here again, so it is a copper and here also zinc. And other copper value plus 0.34 volt. Zinc here again minus 0.76 volt. All volt lot of E0 values. This is here again. This is also E0. Okay, E0 of metal 2 plus. Then bar metal and the values are even okay. 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 Now we are going to a specific case also. Titanium case. Now we are going to titanium. Titanium is also titanium 2 plus. Then plus here again 2 electron. That gives it is also titanium. Okay. Configuration condition. Titanium 22 oxidation state, 2 electron point, so it is a D2 oxidation state. Now it is a D2 oxidation state. And titanium here again D2, okay, D2S2 configuration. D2S2 configuration. Now, this is electrochemical calculation. Water. This is water. Water is pure water. Now, this is titanium 2 plus aqueous. This is called aqueous. About titanium 2 plus to water stability is also increases. Now E0 value is negative. Now you can say here again E0 value that is equal to negative. Minus 1.63. Okay, we can say that titanium, okay, titanium 2 plus is more stable. This is stable as compared to here again titanium. Clear or no? So we have hydration enthalpy. Chuttu water vandondana titanium stability. Electronic configuration D2 and D2S2. Electronic configuration is a difference. Okay, D2, D2. We cannot say electronic configuration stability. But we can say hydration enthalpy stability of titanium 2 plus is more as compared to titanium. Maybe. In the trend negative trend basic trend chromium, vanadium minus 1.18. Very difference feel. But chromium, now it is unusually this value is low. But the pinne mother retention. Pinne is again it is less. Iron then cobalt pinne other usual trend. Even at the positive one. Now it is a positive one. Clear? Even at the negative one. Okay. Now, this trend we will discuss. This is a usual thing. Okay, chromium minus value. Why it is chromium negative is less? That we will discuss here. Chromium. Now we are considering here again chromium 2 plus, then plus here again 2 electron. That gives it is also chromium. Clear? Okay. In the configuration, chromium atomic number 24. 24 is D5S1. So this is D5S1. Okay. And now this thing is here again S in on the boy, D on the boy. Now this is a D4 configuration. Okay. About D4 and D5 are stable. D4 or D5 are stable. D5 it is just filled. This is more stable as compared to D4.
Clear? Okay, electronically I'm trying that. This is in electronically or by using electron principles. So D510 is more stable as compared to D4. അപ്പൊ അതുകൊണ്ട് ഇത് E0 വാല്യൂ പോസിറ്റീവ് ആവേണ്ടതാണ്, ബട്ട് പോസിറ്റീവിലേക്ക് അടുത്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ദിസ് വാല്യൂ ഇസ് ഗോയിങ് to positive or the negative value is less. Okay, but now in the answer നമ്മൾ പറയാം why chromium has in very low negative E0 value. Okay, very low, confuse ചെയ്യരുത്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ this compared to this one, negative value is less, very less negative value. അങ്ങനെ പറയാം, very less negative value. The reason is, okay, chromium is more stable as compared to chromium 2+. Okay, so that's the reason. Maybe ഇനി നമ്മൾ നോക്കേണ്ടത് ഇതൊക്കെ അയൺ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, വേണമെങ്കിൽ എൻ്റെ സൈഡിൽ നമ്മൾ എഴുതിയേക്കാം ഇലക്ട്രോണിക്കലി ക്രോമിയം ഈസ് മോർ സ്റ്റേബിൾ ആസ് കമ്പയർഡ് ടു ക്രോമിയം 2+. അതുകൊണ്ടാണ് ദിസ് വാല്യൂ ഈസ് നെഗറ്റീവ് വാല്യൂ ഈസ് ലോ. ഓക്കെ, ദെൻ വി ആർ കൺസിഡറിങ് Fe. നമ്മൾ ഇനി ആദ്യം പറയണ സ്പേസ് ഇല്ല, Fe നമ്മൾ ആദ്യം പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ എഴുതാം. നമ്മൾ കോപ്പർ നമ്മൾ പറയണം. ഓക്കെ, നമുക്ക് ആ സ്പേസ് നോക്കാം. Fe. Now we are considering it is Fe, Fe2+. Fe2+ plus 2 electron, that gives here again Fe. Okay, configuration നോക്കാം. Fe atomic number 26 ആണ്. Then about here again D5 configuration. Okay, then here also D5s. ഇത് നമ്മൾ കാര്യമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. ഇവിടെയും D5 ഇവിടെയും D5. Electronically we cannot say, but value is comparatively less. Okay, because okay, Fe is more stable as compared to Fe2+ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അതിന് ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതിങ്ങനെ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് എഫിയുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വരുന്ന വേറൊരു ഭാഗമാണ് കോപ്പറിന്റെ ഭാഗം. ഓക്കെ, വി ആർ കൺസിഡറിങ് കോപ്പർ. ഞാൻ ഇത് മാത്രം ഇറേസ് ചെയ്യാം കേട്ടോ. വി ആർ കൺസിഡറിങ് കോപ്പർ ഓൾസോ. Now, in this case of copper, we are considering here again also is also copper 2+. Then plus here again 2 electron, that gives this also copper. Okay, copper 2+ in the oxidation state, sorry, copper 2+ in the electronic state, then D10 configuration, D9. So it is a D9 configuration, and this configuration is D10 configuration, which is more stable. D10 is more stable as compared to D9. Okay, മാത്രമല്ല കോപ്പർ 2+ന് പ്രത്യേകതയുണ്ട്. കോപ്പർ 2+ൽ ഒരു ചെറിയ ഒരു ഡിസ്റ്റോർഷൻ വരും, ചുറ്റും വാട്ടർ വരുമ്പോൾ ഒരു ചെറിയ ഡിസ്റ്റോർഷൻ വരും. അതുകൊണ്ട് സൈസ് കാര്യമായിട്ട് കൂടും. കൂടിക്കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദിസ് ഈസ് ലെസ് സ്റ്റേബിൾ ആസ് കമ്പയർഡ് ടു ഹിയർ അഗെയിൻ കോപ്പർ. ഓക്കെ, അപ്പൊ അതിന് മനസ്സിലാവുന്ന കാര്യം, സോ വി ക്യാൻ സേ ഹിയർ അഗെയിൻ കോപ്പർ ഈസ് മോർ സ്റ്റേബിൾ. Copper is more stable as compared to copper 2+. Okay, so you can say E0 value is equal to then positive value. Clear? അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൻ്റെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കും കേട്ടോ. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാറ്, വിച്ച് ഈസ് മോർ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്? ഓക്കെ, Fe2+ വേണമെങ്കിൽ Fe2+ or manganese 2+. Fe2+ or manganese 2+. അപ്പോൾ മോർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മോർ റെഡ്യൂസിങ് പവർ ആണ്. അപ്പോൾ മാംഗനീസ് 2+ is more reducing agent as compared to Fe2+. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. If negative E0 value increases, reducing power is also increase. നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി പഠിക്കണം ഈ കാര്യങ്ങളല്ല. സോ എനിവേ, അപ്പോൾ ഇത് ഇതേപോലെ തന്നെ എഴുതാം. ആദ്യം ഈ ട്രെൻഡ് എഴുതാം. നോട്ട്ബുക്കിൽ സ്പേസ് ഉണ്ടാവും, അപ്പൊ കൂടി നേരത്തെ റൈറ്റിലേക്ക് എഴുതാം, ഇവിടം വരെ എഴുതാം. ഈ ട്രെൻഡ് എഴുതാം. ഓക്കെ, അതിനുശേഷം ഞാൻ പറയാൻ പോവാണ്, നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതാം. അതിനുശേഷം ഞാൻ പറയാൻ പോവാണ് 3 കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യണം കേട്ടോ. 3 കാര്യമാണ് ഡിസ്കസ് ചെയ്യണേ. ഫസ്റ്റ് വൺ titanium 2+ plus 2 electron gives titanium. E0 value is equal to negative. നെഗറ്റീവ് എന്നുള്ള ഞാൻ വി എന്നിട്ടുള്ളൂ കേട്ടോ. E0 value is equal to E0. Okay, E0 value equal to negative. Okay, configuration then D2, then again D2S2. So
താഴെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. E0 value is negative because titanium 2 plus more stable as compared to titanium, comma, titanium 2 plus is more stable due to large hydration enthalpy. More stable due to large hydration enthalpy. Clear? അടുത്തത് രണ്ടാമത്തെ chromium, രണ്ടാമത്തെ കേസ്, സെക്കൻഡ് കേസ് ആണോ. chromium 2 plus 2 electron gives chromium. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ടൈറ്റാനിയം നമ്മൾ ഫസ്റ്റ് ഡിസ്കഷൻ പറഞ്ഞിട്ട് നോക്കും. നോ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. chromium 2 plus 2 electron gives chromium. chromium 2 plus ഓക്സിജൻ സ്റ്റേറ്റ് D4 ഓക്സിജൻ സ്റ്റേറ്റ്. ഇവിടെ D5S2. ഓക്കെ, D5S2. അതിന്റെ താഴെ എഴുതിയേക്കണം ഒരു ചെറിയൊരു കാര്യം, സ്പേസിലാണ് എഴുതാത്ത. ദിസ് ഈസ് മോർ സ്റ്റേബിൾ കേട്ടോ, മോർ സ്റ്റേബിൾ. ദിസ് ഈസ് ലെസ് സ്റ്റേബിൾ. ഇവാണ് ഇവിടെ സ്പേസിലാത്ത സൈഡിലേക്ക് എഴുതി ലെസ് സ്റ്റേബിൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി പറയാണ്. ദെൻ കോമ, ഓക്കെ, കോമ, chromium is more stable as compared to chromium 2 plus. ചെറിയ സെന്റൻസ് എഴുതണം. The E0 value is E0 value is less negative. കുറഞ്ഞ നെഗറ്റീവ് ആവും. is less negative. Okay, or moving towards positive. Because chromium plus 5 is more stable due to D5 half-filled configuration. Okay, this is a little bit important. Now, and third one is copper 2 plus 2 electron gives copper. Adile D9 configuration. Even D10 configuration. Adile nammal ezhunam. This is, you can say, less stable. Even more stable. Okay. In this reaction, less stable copper 2 plus changed into more stable copper due to fully filled D10 orbital. Comma. So the E0 value equal to positive. ഇവിടെ പോസിറ്റീവിലേക്ക് എത്തേണ്ടതാണ്. പോസിറ്റീവിലേക്ക് ഇങ്ങനെ കുറച്ചുകൂടി പോസിറ്റീവിൽ അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വാല്യൂ ഇത് വന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫുള്ളി പോസിറ്റീവ് ആയി. ഓക്കെ, now change it to positive. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ഇത് നമ്മൾ കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പ് കൂടി ഇതിനകത്ത് നമുക്ക് എടുക്കാനുണ്ട്. അതുകൂടി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്ക് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് ചോദിച്ചില്ല. ബട്ട് ദർ ഈസ് എ ചാൻസ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഇതിന്റെ കാര്യത്തിൽ ഇലക്ട്രോ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ E0 വാല്യൂ. ഫസ്റ്റ് E0 വാല്യൂ E0 മെറ്റൽ 2 പ്ലസ് മെറ്റൽ, അല്ലെങ്കിൽ മെറ്റൽ 2 plus 2 മെറ്റൽ. അതിന്റെ E0 വാല്യൂ നമ്മൾ ഡിസ്കസ് ചെയ്ത്. E0 വാല്യൂ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒന്ന് ക്രോമിയത്തിന്റെ പോയിന്റും അതേപോലെ കോപ്പറിന്റെ പോയിന്റ്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഡിസ്കഷൻ കൂടെ ഉണ്ട്, E0 വാല്യൂ ഓഫ് M3 plus 2 plus. Okay, so that we will discuss on next class. Thank you for watching. Again, thank you very much.